ഹായ് 9th CBSE പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആയിട്ട് നിങ്ങളെ മുമ്പിൽ വന്നിട്ടുണ്ട്. സിലബസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. സിലബസിന്റെ ഒരു അടിപൊളി വീഡിയോ നമുക്ക് ഒന്നും കൂടെ ചെയ്യണം. ഇപ്പോ നിങ്ങളെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഏതാ? ഗണിതമഞ്ജരിയാണ് അല്ലെ. ഗണിതമഞ്ജരിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പുതിയ ടോപ്പിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. രസകരമായ ബുക്കാണ് ഗണിതമഞ്ജരി വന്നിട്ടുള്ളത്. ഈ ഗണിതമഞ്ജരിയിൽ നമ്മള് ആൽഫയിൽ എന്ത് ചെയ്തിരുന്നു? ഒരു എക്സാം വെച്ചിരുന്നു. എക്സാം ഫസ്റ്റ് ചാപ്റ്റർ യൂസ് ഓഫ് കോർഡിനേറ്റ്സ് വെച്ചിരുന്നു. എല്ലാവരും ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ എക്സാമിന്റെ ഒരു ഡിസ്കഷൻ ആയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഡിസ്കഷൻ ആണ്. കാര്യങ്ങളൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. ഉഷാറായിട്ട് ഡിസ്കഷൻ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ഗണിതമഞ്ജരിയിൽ? ഫസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടാവും. പുതിയ NCERT ഗണിതമഞ്ജരി അല്ലെ. ഇതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള പാർട്ട് 1 NCERT. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ എക്സാം ഫോക്കസ് എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ഇതിന്റെ അഡ്വാൻസ് ലെവലിലോട്ട് പോവും. അപ്പോൾ ഫസ്റ്റ് സെഷന്റെ ഫോക്കസ് എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എക്സാമുകൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എക്സാമുകളൊക്കെ എല്ലാവരും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. കാരണം നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ എക്സാമുകളൊക്കെ എപ്പോഴും അഡ്വാൻസ് ലെവലിൽ ഉണ്ടാവും, അതുപോലെ പ്രൊഫിഷ്യൻസി ലെവലിൽ ഉണ്ടാവും. 2 ടൈപ്പ് എക്സാം ക്വസ്റ്റ്യൻസും നമ്മൾ ഫോക്കസ് എക്സാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉഷാറായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിന്റെ കൂടെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഗണിതമഞ്ജരി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഫോക്കസ് എക്സാമിനേഷനെ പറ്റിയിട്ടാണ് ഇന്ന് സാർ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഏതാണ്? ഓറിയന്റിങ് യുവർ സെൽഫ്, യൂസ് ഓഫ് കോർഡിനേറ്റ്സ്. അപ്പോൾ യൂസ് ഓഫ് കോർഡിനേറ്റ്സിന്റെ ഫോക്കസ് എക്സാം ഡിസ്കഷൻ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഓരോ ചാപ്റ്ററും ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ചാനലിൽ പതുക്കെ ഓരോ റിവിഷനും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിൽ തന്നെ പറയാം. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഡിസ്കഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ കോണ്ടന്റുകളും കാര്യങ്ങളും ഓരോ ടോപ്പിക്സും കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായമാവും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ A MCQ സെഷൻ ആയിരുന്നു. എത്രത്തോളം കിട്ടിയിട്ടുണ്ട് നമുക്ക് അറിയാം. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2, 3 ആൻഡ് 2, 8 എന്നാണ്. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല വേണമെന്ന് ആവശ്യമില്ല, പക്ഷെ സാറ് ഡിസ്റ്റൻസ് ഫോർമുല ജസ്റ്റ് പറയാം. ഡിസ്റ്റൻസ് ഫോർമുല എന്തായിരുന്നു? ഡിസ്റ്റൻസ് ഫോർമുല ഈക്വൽ ടു റൂട്ട് ഓഫ് x2 minus x1 whole square plus y2 minus y1 whole square. ഇത് ബേസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊരു ബോക്സിലാക്കി വെക്കാം. ഡിസ്റ്റൻസ് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റൻസ് ഫോർമുല ഇത് ബേസ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എങ്ങനെയായിരുന്നു? x2 റൂട്ട് ഓഫ് x2 minus x1. So 2 minus 2 അല്ലേ? 2 minus 2 whole square plus 8 minus 3 whole square. So 2 minus 2 0 ആണ്. 8 minus 3 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ ആണ് വരിക. 5 സ്ക്വയർ റൂട്ടും കട്ട് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ റൂട്ട് 25 ഈക്വൽ ടു 5 എന്ന് കിട്ടും. ആൻസർ എന്താണ്? 5 യൂണിറ്റ്സ് ആണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. MCQ ആയതുകൊണ്ട് തന്നെ സാർ ഒരു ഐഡിയ പറഞ്ഞുതരാം. എക്സുകൾ എന്താണ്? സെയിം ആണ്. എക്സോ വൈയോ സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യണ്ട. ബാക്കിയുള്ള 2 നമ്പേഴ്സ് ജസ്റ്റ് എടുത്താൽ മതി. അതിന്റെ മോഡ് എടുത്താൽ മതി. ഇപ്പോൾ 8 minus 3 ഈക്വൽ ടു എന്താ കിട്ടുക? 5. ഇങ്ങനെ എടുത്താൽ തന്നെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഐഡിയയും കൂടി നിങ്ങൾ നോക്കുക. ഇവിടെ എക്സ് ഈക്വൽ ആയതുകൊണ്ട് സാറ് വൈ ഡിഫറൻസിന്റെ മോഡ് എടുത്തു. അപ്പോൾ എന്തായി? വൈ ഡിഫറൻസ് മോഡ് എടുത്തപ്പോൾ പോസിറ്റീവ് വാല്യൂ പുറത്തോട്ട് വന്നു. 5 ആണ്. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. എക്സോ വൈയോ ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈറ്റ്സ് ഓൺ വൈ ആക്സിസ്? സോ വൈ ആക്സിസ് ആണ്. ആക്സിസ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. വൈ ആക്സിലുള്ള പോയിന്റുകൾ ഏതാണെന്ന് ചോദിച്ചു. വൈ ആക്സിൽ ഏത് പോയിന്റ് ആണെങ്കിലും അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ 0 വൈ ആണ് വൈ ആക്സിലുള്ള പോയിന്റുകൾ. ഇനി എക്സ് ആക്സിൽ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അത് x 0 ആണ്. അപ്പൊ 0 y വരുന്നത് ഏതാ നോക്കുക. ഫസ്റ്റ്
പോയിന്റ് 0യും സെക്കൻഡ് കോർഡിനേറ്റ് വൈയും വരുന്ന ഏതാ നോക്കുക. ഫസ്റ്റ് ഇവിടെ ഇത് 4 0 ആണ്. അപ്പൊ ഏതല്ല ബി അല്ലെ, ഓപ്ഷൻ ബി അല്ലേ, 0 - 6. ഫസ്റ്റ് എക്സ് 0 വൈ -6. അപ്പൊ അത് ഏത് ആക്സിസിലായിരിക്കും? വൈ ആക്സിസിലാ. വൈ ആക്സിൽ വരുമ്പോഴാണ് എന്ത് വരിക? ഫസ്റ്റ് എക്സ് 0 ആവുക, വൈ എന്തായിരിക്കും? വാല്യൂ ഉണ്ടാവും. ഇനി എക്സ് ആക്സിൽ വരുമ്പോഴാണ് ഫസ്റ്റ് എക്സ് ഉണ്ടാവും, വൈ 0 ആയിരിക്കും. അപ്പോൾ ഇതാ ഈ ഫസ്റ്റ് പോയിന്റ് എവിടെയാണ്? ഇത് എക്സ് ആക്സിലെ പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 4 7 ഫ്രം ദ എക്സ് ആക്സിസ് ഈസ് എന്നാ ചോദിച്ചേ. എക്സ് ആക്സിൽ നിന്ന് ഈ പോയിന്റ് ഡിസ്റ്റൻസ് എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് സാറ് ഗ്രാഫ് വരച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ് അല്ലെ. ഈ പോയിന്റ് ജസ്റ്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പോയിന്റ് വരുമ്പോൾ x4 y7 ആണ് അല്ലെ. അപ്പോൾ x4 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് വരച്ച് നോക്കുമ്പോൾ ഇവിടെ 4ഉം ഇവിടെ 7ഉം. അപ്പോഴാണല്ലോ ഈ പോയിന്റ് ഇങ്ങനെ വരിക. നിങ്ങൾ നോക്ക്, എക്സ് ആക്സിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ. ഇതെന്താ? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് എത്രയാടാ? ഈ ഡിസ്റ്റൻസ് നോക്കിയാൽ അറിയാം. ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്ര? ഇവിടുന്ന് മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കുക, നിങ്ങൾക്ക് ഇതിന് ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ് ആക്സിൽ നിന്ന് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ അത് വൈ കോർഡിനേറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ വൈ കോർഡിനേറ്റ് എത്ര? 7 ആണ്. ഇനി നിങ്ങളോട് ചോദിക്കുക ഇത് വൈ ആക്സിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ചോദിച്ചാൽ ഇതാണ്, ഇത് എത്ര? 4 ആണ്. അപ്പോൾ എക്സ് ആക്സിൽ നിന്ന് ചോദിച്ചാൽ അത് വൈ കോർഡിനേറ്റും, വൈ ആക്സിൽ നിന്ന് ചോദിച്ചാൽ അത് എക്സ് കോർഡിനേറ്റും ആയിരിക്കും. സെറ്റ് ആണല്ലോ. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? എക്സ് ആക്സിൽ നിന്നാണ്. അപ്പോൾ വൈ കോർഡിനേറ്റ് 7. ഓപ്ഷൻ എ ആണ് ആൻസർ, റൈറ്റ് ആൻസർ. സെറ്റ്. അടുത്തത് നോക്കാം. ദ മിഡ് പോയിന്റ് ഓഫ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 4 6 8. മിഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ? മിഡ് പോയിന്റ് ഈക്വൽ ടു x1 + x2/2 ദെൻ y1 + y2/2. ഇതാണ് മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ. മിഡ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഫോർമുലയാണ്. അപ്പോൾ മിഡ് പോയിന്റ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യുക. ഇവിടെ 2 4 6 8. ഇതിന്റെ മിഡ് പോയിന്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക? 2 + 6/2 4 + 8/2. ഇതൊന്ന് ചെയ്താൽ ആൻസർ കിട്ടും. 2 + 6 8 8/2 12/2. സോ 8/2 എന്താ? 4. 12/2 എന്താ? 6. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ. സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനി ജസ്റ്റ് നോക്കുക. ദ സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് അറ്റ് ഒറിജിൻ. ഇറ്റ്സ് റേഡിയസ് ഈസ് 5 യൂണിറ്റ്സ്. വിച്ച് പോയിന്റ് ലൈസ് ഓൺ സർക്കിൾ? ഓൺ സർക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു നോക്കുക അല്ലേ? സർക്കിൾ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സെന്റർ അറ്റ് ഒറിജിൻ എന്നാ പറഞ്ഞത്. സെന്റർ ഒറിജിൻ ആണെങ്കിൽ ഏതാ കോർഡിനേറ്റ്? 0 0. ഓക്കെ, സെന്റർ അറ്റ് ഒറിജിൻ ആണ് 0 0. ഇനി റേഡിയസ് തന്നിട്ടുണ്ട് എത്ര? 5 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഡിയസ് 5 യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഏതൊക്കെ പോയിന്റ് ഓൺ സർക്കിൾ ആവുക? ഓൺ സർക്കിൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റുകളൊക്കെ എന്താവണം? ഒറിജിൻ ആയിട്ട് എന്താവണം? 5 യൂണിറ്റ് കിട്ടണം ഡിസ്റ്റൻസ്. 5 യൂണിറ്റ് കിട്ടുകയാണെങ്കിൽ അത് ഒറിജിനിലാണ്, അല്ലെങ്കിൽ അല്ല അത് ഓൺ സർക്കിൾ ആണ്, അല്ലെങ്കിൽ അല്ല ഓൺ സർക്കിൾ അല്ല. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് 3 4 ആണ്. അപ്പൊ സാർ ഇവിടെ 3 4 എടുത്തു കേട്ടോ. 3 4ഉം ഒറിജിൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുക. ഡിസ്റ്റൻസ് 5 ആണെങ്കിൽ ഓൺ സർക്കിൾ ആണ്, 5 അല്ലെങ്കിൽ എന്തല്ല? ഓൺ സർക്കിൾ അല്ല. അപ്പൊ ആദ്യം എന്നാ സാറ് ബി ചെയ്യാം. ബി ഇവിടെ 2 2 എടുത്തു. അപ്പൊ ഞാൻ ഈ ബി എടുത്തു നോക്കി. ബി എടുത്തു നോക്കിയാൽ എന്തെങ്കിലും ഡിസ്റ്റൻസ് കിട്ടുക? നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയിൽ 0നെ മൈൻഡ് ചെയ്യണ്ട. കാരണം 2 - 0 0 അല്ല 2 എന്നല്ലേ കിട്ടുക. അതുകൊണ്ട് 0 എഴുതിയിട്ട് നിങ്ങൾ ടൈം കളയണ്ട. ഇവിടെ 2 - 0 2 തന്നെയാണ്. അപ്പൊ 2 സ്ക്വയർ. 2 - 0 2 തന്നെയാണ്. അപ്പൊ 2 സ്ക്വയർ + 2 സ്ക്വയർ എന്താ? 4 + 4 √8 ആണ്. √8 ഒരിക്കലും 5 കിട്ടത്തില്ലല്ലോ. അപ്പൊ ഈ പോയിന്റ് അല്ല. നമുക്ക് മനസ്സിലായി ഈ പോയിന്റ് എന്തല്ല? ലൈ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് 3 4 എടുത്ത് നോക്കിയാലോ. 3 4 എടുക്കുമ്പോൾ 3 - 0 3 തന്നെ. 3 സ്ക്വയർ + 4 സ്ക്വയർ. 3 സ്ക്വയർ എന്താ? യെസ് 9 + 16 = √25 = 5. യെസ് നമുക്ക് 5 കിട്ടി.
5 കിട്ടിയാൽ നമുക്കറിയാം ഇത് ഓൺ സർക്കിൾ ആണ്, കാരണം റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്ക്, നമ്മള് ഫസ്റ്റ് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ഉൾട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റത്തെ സെക്കൻഡത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുള്ള കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് കിട്ടും. ദ പോയിന്റ് 0 - 9 എവിടെയെങ്കിലും ഫസ്റ്റ് അല്ലെ, നമ്മളൊരു പോയിന്റ് എഴുതുമ്പോൾ ഫസ്റ്റ് എക്സും സെക്കൻഡ് വൈ ആണ്. ഇവിടെ x0 വൈയും കിട്ടിയിട്ടുണ്ട്. x0 വൈ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ആക്സിസിലാ? യെസ് ഏത് ആക്സിസിലാ? ഓൺ y ആക്സിസ്. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് അസേർഷൻ റീസൺ. അസേർഷൻ റീസണിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ചു നോക്കണം, അസേർഷൻ റീസണും കറക്റ്റ് ആണോ എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0,068 ഈസ് 10 യൂണിറ്റ്സ്. കറക്റ്റ് ആണോ? ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം √(x2 - x1) ² y2 - y1 ആണ്. ഇവിടെ 0 ആയതുകൊണ്ട് മൈൻഡ് ചെയ്യോ? 0 മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? 6² + 8² എന്താ കിട്ടുക? 6² 36 ആണ്, 8² എന്താണ്? 64 ആണ്. സോ √100 = 10. യെസ്, ഇവര് പറഞ്ഞ അസേർഷൻ കറക്റ്റ് ആണ്, അസേർഷൻ കറക്റ്റ് ആണ്. ബട്ട് അസേർഷൻ മാത്രം കറക്റ്റ് ആയിട്ട് കാര്യമുണ്ടോ? റീസൺ കൂടി ചെക്ക് ചെയ്യണം അല്ലെ. ബൈ ബോധ്യാന പൈതഗോറസ് തിയറം എഴുതിയിട്ടുണ്ട്. ബോധ്യാന പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഫോർമുല ഫൈൻഡ് ചെയ്യാനുള്ള തിയർ ആണ്. അതെന്താ? ഡിസ്റ്റൻസ്. അങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചപ്പോ എന്താ കിട്ടി? √6² + 8². ശരിയല്ലേ? അത് ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് അല്ലേ? അതായത് അത് ബേസ് ചെയ്തിട്ട് തന്നെയല്ലേ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പൊ കറക്റ്റ് ആണ് അല്ലെ, കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. അസേർഷനും റീസണും കറക്റ്റ് ആണ്, മാത്രല്ല ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടിയാണ്. അപ്പൊ ഏതാ ഓപ്ഷൻ? എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ ആണല്ലോ. അങ്ങനെ അടുത്ത അസേർഷൻ നോക്കിയാലോ. ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് എ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് A1, 2 and B-1, 1 internally in the ratio 1:2 is -1/2, 5/2. എടാ, ക്വസ്റ്റ്യൻ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇത് എവിടുന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാ? എവിടുന്ന് വന്നിട്ടുള്ള? യെസ്, എവിടുന്ന് വന്നിട്ടുള്ളതാണ്? സെക്ഷൻ ഫോർമുലയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആദ്യം സെക്ഷൻ ഫോർമുല അറിയണ്ടേ അല്ലെ. സെക്ഷൻ ഫോർമുല ഇപ്രാവശ്യത്തെ 10th ഉള്ളതാണ് സെക്ഷൻ ഫോർമുല. ബട്ട് നിങ്ങളെ പുതിയ ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സെക്ഷൻ ഫോർമുലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സെക്ഷൻ ഫോർമുല എന്തായിരുന്നു? നമ്മളിങ്ങനെ ലൈന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഏതെങ്കിലും പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ റേഷ്യോ തന്നിട്ടുണ്ടാവും അല്ലെ. റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ട് mx2 + nx1/m + n. then my2 + ny1/m + n. ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല അടിപൊളി ബോക്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ വെച്ച് ഇത് പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു ലൈന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഒരു ലൈന് തന്നിട്ടുണ്ട്. ആ ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ലൈന് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് എ ലൈൻ ജോയിനിങ് A1 to B-1, 1. സോ എ എന്താണ്? 1, 2. എ അവിടെ 1, 2. ബി ജസ്റ്റ് ഇവിടെ എടുത്തു, ഒരു -1, 1. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ എടുത്താണ്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ പോയിന്റ് കട്ട് ചെയ്യുന്നത്? ഇവിടെ ഒരു പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട് 1:2. അപ്പൊ അത് -1/3, 5/3 ആണ്. ചെക്ക് ചെയ്ത് നോക്കുക അല്ലെ. ചെക്ക് ചെയ്ത് നോക്കിയാലല്ലേ ഇത് കറക്റ്റ് ആണെന്നോ അസേർഷൻ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക? ഇക്വേഷനിൽ കൊടുക്കുക. P(x, y) കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? mx2. m എന്താ? ഇതാണ് m, ഇതാണ് n ആണല്ലോ. അപ്പോൾ mx2 പറഞ്ഞാൽ 1 × -1 + 2 × 1 by m + n. ഇനി ഇതുപോലെ y ചെയ്യാം. my2 1 × 1 + 2 × 2 by 2 + 1 + 2 ചെയ്താൽ എന്താ കിട്ടുക? 1 × -1 -1 + 2/3. ഇവിടെ എന്താ വരിക? 1 + 4/3. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? -1 + 2 1 അല്ലേ. 1/3 1/3 പിന്നെ എന്തായിരിക്കും? 5/3. ഓക്കെ അല്ലേ? 1/3 5/3. അപ്പോൾ mx2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. mx2 + nx1 സെറ്റ് അല്ലേ? 1. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം,
1 ഇൻറ്റു നമ്മൾ എന്താ ചെയ്ത് 1 ഇൻറ്റു -1 -1 കിട്ടി, 2 ഇൻറ്റു 1 2 കിട്ടി. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 1/3 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബട്ട് ആൻസറിൽ -1/3 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അസേഷൻ തെറ്റാണ് അല്ലേ? അസേഷൻ റോങ് ആ. അസേഷൻ റോങ് ആയാൽ നമുക്ക് സമാധാനം. ആരെങ്കിലും ഒരാൾ റോങ് ആയാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. അസേഷൻ റോങ് ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷനേ വരുള്ളൂ. കണ്ടോ, ദ എ ഈസ് ഫാൾസ്. അപ്പൊ ആറ് ട്രൂ ആണ്, ഓട്ടോമാറ്റിക്കലി ആറ് ട്രൂ ആണ്. ആറ് എന്താണ്, നമ്മളിതാ ഈ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇവിടെ ഇക്വേഷനിലെ റേഷ്യോ m1 + m2 കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആണ്, ഇക്വേഷൻ കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. തെറ്റാണല്ലോ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി അപ്പോൾ അതൊക്കെ സെക്ഷൻ ഫോർമുല നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇനി നമ്മൾ സെക്ഷൻ ബിയിലോട്ട് പോവാണ്. അപ്പോൾ MCQ സെഷൻസ് ഒക്കെ കഴിഞ്ഞു. സെക്ഷൻ ബി ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സരിത ഹാസ് എ കിച്ചൺ ഗാർഡൻ എന്നൊക്കെ കൊടുത്തിട്ട് ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ടൊമാറ്റോ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ, ടൊമാറ്റോ ഒരു ജസ്റ്റ് ഒരു വെജിറ്റബിൾ ഗാർഡൻ ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളോട് എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ABC. എയും ബിയും സിയും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞാൽ ഇതാണ് എ, ജസ്റ്റ് ഇതാ നോക്കുക, ഇതാണ് എ. എന്ന് താഴോട്ട് നോക്കാം. x3 y 5. അപ്പൊ എ എന്താ, എ x3 y 5, x3 y 5. അപ്പോൾ x3 y 5 എ കിട്ടി, സിമ്പിൾ. ഇനി ബി എന്താ, അതുപോലെ നോക്കാം. ബി ഇതാണ് പോയിന്റ്, x7 y 4. അപ്പൊ 7 4, ബി എന്താ 7 4. ഇനി സി എന്താ, സി ദാ 5 1. സോ സിമ്പിൾ, സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റി. അടുത്തെന്താ, ചെക്ക് ഇഫ് ദ പോയിന്റ്സ് മൈ എ ബി സി ആർ ഓൺ സെയിം സ്ട്രൈറ്റ് ലൈൻ. അതായത് നമ്മൾ 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ആ 2 മെത്തേഡിലും സാറ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എ ബി കാണുക, ബി സി കാണുക. അപ്പോൾ മെത്തേഡ് 1 മെത്തേഡ് 2 നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യുക. അതുകൊണ്ടാണ് സാറ് പറഞ്ഞ മെത്തേഡ് 1 ഫസ്റ്റ് നോക്കാം. മെത്തേഡ് 1 ജസ്റ്റ് എ ബി കാണുക, ബി സി കാണുക, എ സി കാണുക. എന്നിട്ട് ദാ ഇപ്പോൾ ഇത് എന്താ, ഇവിടുത്തെ 3 പോയിന്റ്സ് എ ബി സി, ഈ പോയിന്റ്സ് ഓൺ ലൈൻ സെയിം ലൈനിലാണോ സ്ട്രെയിറ്റ് ലൈനിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എ ബി ഫൈൻഡ് ചെയ്യുക, ദെൻ ബി സി ഫൈൻഡ് ചെയ്യുക, ലാസ്റ്റ് എ സി കൂടെ ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് എ ബിയും എ സിയും ആഡ് ചെയ്താൽ, എ ബിയും ബി സിയും ആഡ് ചെയ്താൽ എ സി കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, അല്ലെങ്കിൽ എന്തല്ല, നോട്ട് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമുക്കത് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, എ ബി ഫൈൻഡ് ചെയ്യാം. എ ബി എന്താ, റൂട്ട് ഓഫ്, നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് x2 - x1. അപ്പോൾ -2 മൈനസ്, അപ്പോൾ +5 എന്ന് വരും, ഹോൾ സ്ക്വയർ പ്ലസ്, ഇനി -5 + 1 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ കിട്ടുക, 3 സ്ക്വയർ 9 + 4 9 + 16 = √25 5 എന്ന് കിട്ടി. ഇനി അടുത്തതോ, അടുത്തെന്താ കിട്ടുക, ബി സി. അപ്പോൾ 4 - -2 6 ആണ് വരിക. 6 സ്ക്വയർ 36, -12 -5 പ്ലസ് ആവും. അപ്പോൾ എന്താവും, 7 സ്ക്വയർ വരും 49. അപ്പോൾ എന്ത് വരും, √85 എന്ന് വരും. √85 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പറ്റൂല, സൈഡിലൊന്ന് നോക്കി നോക്കാം. ഇനി എ സി എന്താ, എ സി 4 - -5 9, അപ്പോൾ 81 വരും. ഇത് -1, അപ്പോൾ 11 വരും, 121 വരും. അപ്പോൾ എന്ത് വരും, ആഡ് ചെയ്യുമ്പോൾ 200 202 എന്ന് വരും, 202. ഓക്കെ, 121 81 202. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ തന്നെ അറിയാം, എ ബി പ്ലസ് ബി സി, എ ബി ബി സി ആഡ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല അല്ലേ? ഇതെന്തല്ല, നോട്ട് ഈക്വൽ ടു എ സി. Therefore these points are not on the same straight line. അപ്പൊ നിങ്ങളോട് സ്ട്രെയിറ്റ് ലൈൻ ആണോ അല്ലെങ്കിൽ കൊലീനിയർ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഇത് ഇതേപോലെ ചെയ്യാം. പക്ഷെ ഇതിലാറെ എളുപ്പമുള്ള ഒരു സിമ്പിൾ മെത്തേഡ് സാർ പറഞ്ഞുതരാം. ഇതിലാറെ എളുപ്പമുള്ള സിമ്പിൾ മെത്തേഡ്. അപ്പോൾ മെത്തേഡ് ടു ആണ് അധികം കുട്ടികളും ചെയ്യാറുള്ളത്. ഏതാണ്? സ്ലോപ്പാണ് അല്ലേ? സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പിന്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണം. സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതെന്ത് ചെയ്യണം? അവിടെ ജസ്റ്റ് പഠിച്ചു വെക്കണം. സ്ലോപ്പിന്റെ ഇക്വേഷൻ. അപ്പൊ സ്ലോപ്പ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് സ്ട്രൈറ്റ് ലൈൻ ആണോ നോക്കാം. എങ്ങനെ നോക്കാം? സ്ലോപ്പ് ഓഫ് എ ബി കാണാം. ഫസ്റ്റ് സ്ലോപ്പ് ഓഫ് എ ബി എന്താ? y2 മൈനസ് y1. y2 എന്താ ഇവിടെ? -5 മൈനസ് 1 ബൈ -2 മൈനസ് 1. അപ്പൊ എന്ത് കിട്ടും? -4/3 എന്ന് കിട്ടും. സെറ്റ് ആണല്ലോ. ഇനിയോ സ്ലോപ്പ് ഓഫ് ബി സി നോക്കണം. അപ്പൊ എന്താ കിട്ടുക? ബി സി അറിയുമ്പോൾ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ എന്താ കിട്ടുക? -7/6. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി സ്ലോപ്പ് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി. Therefore, these points are not on same straight line. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രണ്ട് മെത്തേഡുകളും പഠിച്ചിട്ട് വെക്കണം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഇതിൽ എന്താ നമുക്കറിയാം, ഓപ്ഷൻ എയും ബിയും ഉണ്ട്. അല്ല, ഇവിടെ അല്ല, സെക്ഷൻ ഡിയിലാവുമ്പോൾ അത് നല്ല ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ എയും ബിയും തരുന്നുണ്ട്. ഇവിടെ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എന്നാ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞു എക്സോ വൈയോ സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഡിസ്റ്റൻസ് ഫോർമുലയൊന്നും യൂസ് ചെയ്ത് ചെയ്യണമെന്നില്ല. 0 സെയിം ആണ്. അതായത് y കോർഡിനേറ്റ് ഇവിടെ സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? മോഡ് ഓഫ് 3 9 മൈനസ് 3 എന്താണ്? 6 ആണ് ആൻസർ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അടുത്തത് സെക്ഷൻ സി ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിൻ ദ ക്വാഡ്രന്റ് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്. അപ്പൊ ക്വാഡ്രന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇത് തേർഡ് ആണ്, ഇത് ഫോർത്ത് ആണ്. സാർ പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ ഓൾ പോസിറ്റീവാ, എക്സും വൈയും പോസിറ്റീവാ. ഇനി എന്താ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെന്നുണ്ടെങ്കിൽ അല്ല, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും നെഗറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, ഇവിടെ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. അപ്പൊ ഇത് നോക്കിയാൽ മതി. ഫസ്റ്റ് എന്താ? എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. ഏതാ? ഫോർത്ത് അല്ലേ? യെസ്. അപ്പൊ ഇതേതാ ക്വാഡ്രന്റ്? ഫോർത്ത് ക്വാഡ്രന്റ്. സെക്കൻഡ് എന്താ? നേരെ ഓപ്പോസിറ്റ് അല്ലേ? എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്. അപ്പൊ ഏതാ? സെക്കൻഡ് ക്വാഡ്രന്റ്. അടുത്ത ഏതാ? -4 -9. രണ്ടും അല്ലെ മൈനസ് വരുന്നത് ഏതാ? രണ്ടും മൈനസ് വരുന്നത് തേർഡ് ക്വാഡ്രന്റ്. സെറ്റ് ആണല്ലോ? സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പൊ നോക്കുക, നിങ്ങളെ NCERT-ന്റെ അല്ലേ ന്യൂ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാം നടത്തി. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും പുതിയ എക്സാം പാറ്റേണിൽ തന്നെ എക്സാം നടത്തി. ബോർഡ് എക്സാമിന്റെ അതേ മോഡലിൽ തന്നെ എക്സാം നടത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും എക്സാമുകൾ എഴുതുമ്പോൾ നിങ്ങളെ എഡ്ജ് ഇങ്ങനെ കൂടി വരികയാണ്, നിങ്ങളെ ഗ്രോത്ത് കൂടിയിട്ട് വരും. അപ്പൊ എക്സാമുകൾ എപ്പോഴും ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കുക കേട്ടോ. ഇനി ഡ്രോ എ കാർട്ടീഷ്യൻ പ്ലെയിൻ ആൻഡ് മാർക്ക് ദ ആക്സസ് ഒറിജിൻ ആൻഡ് ഓൾ 4 ക്വാഡ്രന്റ്. അപ്പൊ ജസ്റ്റ് കാർട്ടീഷ്യൻ പ്ലെയിൻ വരയ്ക്കുക. പ്ലെയിനിൽ എന്ത് ചെയ്തു? സാർ ആക്സസ് വരച്ചു. നിങ്ങൾക്കറിയാം ഇതാണ് എക്സ് ആക്സസ് അല്ലേ? ആക്സസ് മാർക്ക് ചെയ്യാനാ പറഞ്ഞു, വൈ ആക്സസ്. ഒറിജിൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞു, ഇതാണ് ഒറിജിൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്പറൊക്കെ ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ -1 -2 -3. ഇവിടെ എന്താ 1 2 3 താഴോട്ട് -1 -2 -3. എന്നിട്ട് ക്വാഡ്രന്റ് എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. സെറ്റ് ആണല്ലോ? ഇത്ര മാർക്ക് ചെയ്താൽ മതി. ഇതേ ചോദിച്ചിട്ടുള്ളൂ. അടുത്ത നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി given that m -7 1 is the midpoint of a 3 -4 and b xy. ഇത് എവിടെ നിന്ന് വന്നിട്ടുള്ള? യെസ്, മിഡ് പോയിന്റ് തിയറത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു ലൈന് വരച്ചു നോക്കാം. ലൈന് വരച്ചു. ഈ ലൈനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എം മിഡ് പോയിന്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എയും ബിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ 3 -4, ബി ഫൈൻഡ് ചെയ്യണം, എക്സ് വൈ ആണ് കൊടുത്തിട്ടുള്ളത്. എം കിട്ടിയിട്ടുണ്ട് -4 1. നിങ്ങൾക്കറിയാം
എന്താ മിഡ് പോയിന്റ് തിയറം? x1 പ്ലസ് x2/2 ആണ് അല്ലേ? എന്താണ് മിഡ് പോയിന്റ് തിയറം? x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. ഇത് ബേസ് ചെയ്തിട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മിഡിലുള്ള പോയിന്റ്, സെന്റർ പോയിന്റ് കിട്ടിയിട്ടുണ്ടാവുക. ബട്ട് ഇവിടെ സെന്റർ പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? സെന്റർ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടാവുക? ഇവിടുത്തെ എക്സും ഈ എക്സും ആഡ് ചെയ്ത് അതിന്റെ ഹാഫ് എടുത്തപ്പോഴല്ലേ ഈ -7 കിട്ടിയിട്ടുണ്ടാവുക. യെസ്, ഓക്കെ. നിങ്ങൾ എപ്പോഴും ഈ ഇക്വേഷനിലോട്ട് വരിക, എക്സും ആഡ് ചെയ്തിട്ട് ഹാഫ് എടുത്തപ്പോഴാണ് -7 കിട്ടിയത്. വൈയും ആഡ് ചെയ്ത് ഹാഫ് എടുത്തപ്പോഴാണ് 1 കിട്ടിയത്. ആ ഒരു ഐഡിയയിലോട്ടാണ് നിങ്ങൾ വരേണ്ടത്. അപ്പൊ സാർ ഇത് അവിടെ ആഡ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, 3യും എക്സും ആഡ് ചെയ്തു. എക്സ് 3 ഹാഫ് എടുത്തപ്പോൾ കിട്ടി -7. സെറ്റ് ആണോ? അതുപോലെ y പ്ലസ് -4 ആഡ് ചെയ്ത് ഹാഫ് എടുത്തപ്പോൾ കിട്ടിയതാണ്. പ്ലസും മൈനസും അടുത്ത് വന്നുകൊണ്ടാണ് സാർ മൈനസ് മാത്രം ഇട്ടത്. ആഡ് ചെയ്തപ്പോൾ കിട്ടിയാണ് 1. ഇനി ഇതെന്ത് ചെയ്താൽ മതി? ഇതൊന്ന് ട്രാൻസ്പോസ് ചെയ്ത ആൻസർ കിട്ടും. ഈ 2 അവിടെ പോയാൽ x പ്ലസ് 3 ഈക്വൽ ടു 2 ഇൻറ്റു 7 -14 എന്ന് വരും. അപ്പൊ x ഈക്വൽ എന്ത് വരും? -14 -3. അപ്പൊ x ഈക്വൽ ടു -17 കിട്ടിപ്പോയി. ഇനിയോ y -4, ഈ 2 അവിടെ വന്ന 1 ഇൻറ്റു 2 2. അപ്പൊ -4 അവിടെ പോയാൽ 2 പ്ലസ് 4 ഈക്വൽ ടു 6. വൈയും കിട്ടി 6. അതുകൊണ്ട് ബി പോയിന്റ് കിട്ടി. ബി പോയിന്റ് എന്താ? ബി പോയിന്റ് -17 6 എന്നാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ സർക്കിൾ ഇല്ല എന്നുള്ളൂ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സർക്കിൾ ഉണ്ട്. ഇത് മനസ്സിലായ കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് എഴുതാം. ഇവിടെ എന്താ? ഡിറ്റർമിൻ ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ബി where AB is the diameter of the circle, C is the center of the circle. ഇപ്പൊ ഇവിടെ എക്സും വൈ അല്ലേ കണ്ടുപിടിക്കേണ്ടി? നേരത്തെ അതേ ഐഡിയ യൂസ് ചെയ്ത പോലെ ഇത് സെന്റർ പോയിന്റ് അല്ലേ? സെന്റർ എങ്ങനെ കിട്ടുക? എക്സ് പ്ലസ് 4 ആഡ് ചെയ്തു, അതിന്റെ ഹാഫ് എടുത്തപ്പോഴല്ലേ 1 കിട്ടിണ്ടാവുക. അതുപോലെ തന്നെ y പ്ലസ് -1 ഹാഫ് എടുത്തപ്പോഴാണ് -3 കിട്ടുക. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പോസ് ചെയ്ത ആൻസർ കിട്ടും. ഈ 2 അവിടെ പോയാൽ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 1 ഇൻറ്റു 2 2. എക്സ് ഈക്വൽ ടു 2 - 4. അപ്പൊ എക്സ് ഈക്വൽ -2. എക്സ് കിട്ടിപ്പോയി. ഇനി എന്ത് ചെയ്താൽ മതി? y -2 ഈക്വൽ ടു -3 ഇൻറ്റു 2. y -1 ഈക്വൽ ടു -6. y ഈക്വൽ ടു -6 പ്ലസ് 1 ഈക്വൽ ടു -5. അപ്പോൾ എക്സ് കിട്ടി, y കിട്ടി. സോ therefore ബി എന്താ? പോയിന്റ് -2 -5. സിമ്പിൾ ആയിട്ട് ചെയ്യാം. മിഡ് പോയിന്റ് തിയറം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യും. ഈ സെക്ഷൻ ഡി ആണ്. സെക്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ഏകദേശം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചെയ്തു നോക്കാം. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ഗണിതമഞ്ജരിയിൽ ഉള്ളത് തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ. എന്താ ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ? ട്രൈസെക്ഷൻ മീൻസ് 3 ഈക്വൽ പാർട്സ് ആക്കുന്നതിനാണ് എന്ത് പറയാ? ട്രൈസെക്ഷൻ ഓഫ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എ ബി. അപ്പോൾ ഇതേ ക്വസ്റ്റ്യന്, ഇതേ മോഡൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗണിതമഞ്ജരിത്തും ചെയ്തിട്ടുണ്ട്, അല്ലാതെ തന്നെ വേറെയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സോ സാർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലൈന് വരക്കാം. നിങ്ങൾ ആദ്യം ഇതൊന്ന് ഫിസിക്കലായിട്ടൊന്ന് വരക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. സാർ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഈ ലൈൻ എന്ത് ചെയ്യാം? നമുക്ക് 3 ഈക്വൽ പാർട്സ് ആക്കാം. ഫസ്റ്റ് 1 2 1 2 3. സാർ ഇപ്പം ഇതിനെ 3 ഈക്വൽ പാർട്സ് ട്രൈസെക്ഷൻ ആക്കി. സോ എ ബി ആണ് തന്നിട്ടുള്ളത്. എയും ബിയും തന്നിട്ടുണ്ട്. എ എന്താ? 4 - ബി എന്താ? -2 -3. ഈ ഫൈൻഡ് ചെയ്യേണ്ട പോയിന്റിന് സാറ് ജസ്റ്റ് ഒരു പി എടുത്തു, ജസ്റ്റ് ഒരു ക്യൂ എടുത്തു. അറിയത്തില്ലല്ലോ, അതുകൊണ്ട് പി ക്യൂ എടുത്തു. ഇനി നിങ്ങൾ നോക്കുക, ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലേ ഓരോ പീസസും. സോ അതുകൊണ്ട് തന്നെ ഇത് 1:1 ആണ് എന്നറിയാം. എല്ലാത്തിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ എല്ലാം സെയിം ആണ്. സോ ഫസ്റ്റ് നമുക്ക് പി ഫൈൻഡ് ചെയ്യാം. സാർ ഇത് അവിടെ എ ബി എഴുതി, എന്നിട്ട് പി എഴുതി. ഓക്കെ, 4 - 1, ഇവിടെ -2 -3. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പി എടുക്കുമ്പോൾ അതിൻ്റെ റേഷ്യോ നിങ്ങൾ നോക്ക്. ഇവിടെ വരെ എത്ര റേഷ്യോ? 1 ആണ്. എ പി 1 ആണ്. ഇനി അടുത്ത് പി ബി എത്രയെന്നല്ലേ നോക്കണ്ടേ? പി ബി പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര റേഷ്യോ? 1 1 1 1 അല്ലേ? 1 1 ആഡ് ചെയ്യാം, എത്ര കിട്ടും? 2. റേഷ്യോ കിട്ടി. ഇതാണ് നിങ്ങളെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഐഡിയ. അപ്പോൾ ഐഡിയ കിട്ടി. ഇനി നമ്മളെ ഇക്വേഷൻ എന്താ?
ഇക്വേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് സാർ ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് mx2 പ്ലസ് nx1 ബൈ എം പ്ലസ് ദെൻ y കിട്ടാൻ my2 പ്ലസ് ny1 ബൈ എം പ്ലസ് കൊടുക്കാം. mx2 പറഞ്ഞാൽ 1 ഇൻറ്റു -2 പ്ലസ് 2 ഇൻറ്റു 4 8 ബൈ 3. ഇവിടെ 1 ഇൻറ്റു -3 -3 2 ഇൻറ്റു -1 -2 ബൈ 3. അപ്പോൾ എന്താ കിട്ടുക? -2 പ്ലസ് 8 6 ബൈ 3 എന്ന് കിട്ടും. ഇവിടെ -5 ബൈ 3. അപ്പോൾ എന്താ കിട്ടുക? 6 ബൈ 3 2. ഇത് -5 ബൈ 3. സോ പി കിട്ടി. എന്താ പി കിട്ടി? 2 -5 ബൈ 3 എന്ന് കിട്ടി. സെറ്റ് ആണല്ലോ. 2 -5 ബൈ 3. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. mx2 1 ഇൻറ്റു -2 2 ഇൻറ്റു 4 8 ബൈ 3. അടുത്തത് 1 ഇൻറ്റു -3 2 ഇൻറ്റു -1 ബൈ 3 ആണ്. അപ്പോൾ പി കിട്ടിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. പി കിട്ടിയാൽ ഇതല്ലേ പി. പിൻ്റെയും ബിൻ്റെയും സെൻറ്റർ പോയിന്റ് അല്ലേ ക്യൂ. നോക്കുക, പി ബി അതിൻ്റെ സെൻറ്റർ അല്ലേ ക്യൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മിഡ് പോയിന്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ക്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ പി ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഇതിൻ്റെ സെൻറ്ററിലാണ് ക്യൂ. പി എന്താ? പി ഇപ്പം കിട്ടി 2 -5 ബൈ 3. ബി എന്താ? ബി -2 -3. മിഡ് പോയിന്റ് ബേസ് ചെയ്തിട്ട് ക്യൂ കാണാം. മിഡ് പോയിന്റ് എന്താ? മിഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ സിമ്പിളാണ്. എക്സുകളെ ആഡ് ചെയ്യല്ലേ. 2 -2 2 -2 2 പ്ലസ് -2 ബൈ 2 പ്ലസ് -2 ബൈ 2ഉം അതുപോലെ -5 ബൈ 3 പ്ലസ് -3 ബൈ 2. അപ്പം ഇത് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ഇത് 0 ആണ്. ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2 -2 ബൈ 2 0 ആണ്. -5 ഇത് ക്രോസ് ചെയ്താൽ ജസ്റ്റ് ക്രോസ് ചെയ്താൽ -5 ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. ബൈ 1 ഇട്ട് കൊടുത്ത് ക്രോസ് ചെയ്യുക. 5 ഇൻറ്റു 1 5 പ്ലസ് -9 ബൈ 3. ഈ ബൈ 2 നേരെ ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 0 -5 -9 -14 ബൈ 3 ഇൻറ്റു 2. ഈ 14ഉം 3ഉം കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 7 കിട്ടും. 14ഉം 2ഉം കട്ട് ചെയ്യാം, അപ്പോൾ 7 കിട്ടും. 0 -7 ബൈ 3. ഇതാണ് ആൻസർ വരിക. എന്താണ് സാറ് ഒന്ന് ഫൈനലൈസ് ചെയ്യാം എല്ലാം. പി നമുക്ക് അവിടെ ക്യൂ പി കിട്ടണം. പി എന്താ കിട്ടിയിരുന്നത്? പി 2 -5 ബൈ 3. ഇനി ക്യൂ എന്താ കിട്ടിയത്? ക്യൂ 0 -7 ബൈ 3. ഇതാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നോക്കുക, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണം, അത്യാവശ്യം ചെയ്യാനുണ്ടാവും. ഇനി ഇതിൻ്റെ എന്താ ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് സിമ്പിൾ ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? അല്ല, ബി ക്വസ്റ്റ്യനും ഗണിതമഞ്ജരി എന്ന് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്? If the midpoint of the sides of a triangle ABC are point DF given that the coordinates of DE and F are 5, 1, 6, 5, 0, 3 respectively, find the coordinates of ABC എന്നാ പറഞ്ഞു. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വർക്കൗട്ടും ചെയ്തിട്ടുണ്ട്, അസൈൻമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. എ ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു മിഡ് പോയിന്റ് 5, 1 തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മിഡ് പോയിന്റ് 6, 5. ഇത് നിങ്ങൾ എടുക്കുന്ന അങ്ങോട്ട് DEF എന്ന് തന്നിട്ടുള്ളത് ഡി. അപ്പോൾ ഇത് ഡി ആണ്, ഇത് ഇ ആണ്. ഇവിടെ എഫ് എന്തായിരുന്നു? 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ മിഡ് പോയിന്റ് തിയറി അറിയണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അഡ്വാൻസിൻ്റെ എക്സാമിൽ എന്തായാലും ഈ ക്വസ്റ്റ്യൻ കയറി വരും. നിങ്ങൾക്കറിയാം 2 ടൈപ്പ് എക്സാംസ് ആണുള്ളത്, പ്രൊവിഷ്യൻസിയും അഡ്വാൻസ് ലെവലും. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ പോയിന്റ് അറിയില്ല. x1 y1 എടുക്കാം, ഇവിടെ x2 y2 എടുക്കാം, ഇവിടെ x3 y3 എടുക്കാം. ഇത് ചെയ്ത ആൾക്കാർക്ക് സാറ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കത്തും. അപ്പോൾ സാറ് ഓരോ ഇക്വേഷൻസ് ആക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഇക്വേഷൻസ് ആക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. സാറ് എ ബി എടുക്കുകയാണ്. എ ബി എടുക്കുമ്പോൾ ഇതാ ഈ ലൈൻ എടുക്കുമ്പോൾ എങ്ങനെ മിഡ് പോയിന്റ് കിട്ടുക?
മിഡ് പോയിന്റ് എങ്ങനെയാണ് ഇത് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്? x1 പ്ലസ് x2/2 ചെയ്തപ്പോഴല്ലേ 5 കിട്ടിയത്. അതുപോലെ y1 പ്ലസ് y2/2 ചെയ്തപ്പോഴല്ലേ 1 കിട്ടിയേ അല്ലേ? അപ്പൊ മിഡ് പോയിന്റ് ഫോർമുല ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. സോ അതിവിടെ എഴുതുന്നുണ്ട്. ഫസ്റ്റ് ഇത് എ ബി എടുക്കുമ്പോൾ x1 പ്ലസ് x2/2 ചെയ്തപ്പോഴാണ് 5 കിട്ടിയത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇവിടുന്ന് x1 പ്ലസ് x2 ഈക്വൽ ടു 2 ഇൻറ്റു 5 10. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. സെറ്റ് ആണല്ലോ. അതുപോലെ തന്നെ y1 പ്ലസ് y2/2 ചെയ്തപ്പോഴാണ് 1 കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇക്വേഷൻ കിട്ടും. ഈ 2 അവിടെ പോയാൽ y1 പ്ലസ് y2/2 എന്താ കിട്ടുക? 2 ഇൻറ്റു 1 2. കണ്ടോ? സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇതേപോലെ നമുക്ക് എല്ലാ ഇക്വേഷൻസും ഉണ്ടായിക്കൂടെ? ഇവിടുന്ന് ഉണ്ടാക്കാം. x1 പ്ലസ് x3/2 ആണ് 0. അതായത് സാറിഞ്ഞ് എ സി എടുത്തു. അപ്പൊ എ സി എടുക്കുന്ന സമയത്ത് x1 പ്ലസ് x3/2 ആണ് 0. ഈ 2 അവിടെ പോയാലും 0 തന്നെയാണ്. അപ്പൊ x1 പ്ലസ് x3 ഈക്വൽ ടു 0. അതിവിടെ സാർ എഴുതി x1 പ്ലസ് x3 ഈക്വൽ ടു 0. തേർഡ് ഇക്വേഷൻ. ഇനി ഇവിടെ നോക്കുക, ആ സൈഡിൽ തന്നെ y1 പ്ലസ് y3/2 ആണ് 3. ആ 2 ഇവിടെ വന്നാൽ 6 ആയി. അപ്പോൾ y1 പ്ലസ് y3 ഈക്വൽ ടു 6. അപ്പൊ എന്തായി? ഫോർത്ത് ഇക്വേഷൻ. ഇനി ഈ സൈഡിൽ നിന്ന് ഉണ്ടാക്കാം. x2 x3 എടുത്താൽ 6ന്റെ ഡബിൾ ആയിരിക്കും. ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കുക. സാറ് പെട്ടെന്ന് എഴുതുകയാണ്. ഡബിൾ 12 ആയിരിക്കും 5. അതുപോലെ y2 പ്ലസ് y3 എടുത്താൽ 5ന്റെ ഡബിൾ 10 ആയിരിക്കും. ഇത്ര ഇക്വേഷൻസ് ആദ്യം ഫോം ചെയ്ത് വെക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ 6 ഇക്വേഷൻസ് കിട്ടി. ഇനി സാറ് ഇതിന്റെ എക്സുകളെ മാത്രം ആഡ് ചെയ്യാം. ആഡിങ് എക്സ് ടേംസ് മാത്രം ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ എക്സ് ടേംസ് ഏതൊക്കെ? ആഡ് ഇക്വേഷൻ 1 3 ആൻഡ് 5 ഇത് ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്? ഇത് എക്സിന്റെ ടേംസുകൾ മാത്രം. x1 പ്ലസ് x2 എന്താണ് ആഡ് ചെയ്യുമ്പോൾ x1 പ്ലസ് x2, അടുത്തത് x2 പ്ലസ് x3, അടുത്തത് x3 പ്ലസ് x1 പ്ലസ് x3. ഇത് ഈ സൈഡ് കംപ്ലീറ്റ് ആയി. ഇത് കംപ്ലീറ്റ് ആയി. ദെൻ ഇവിടെ ആഡ് ചെയ്യുക 10 പ്ലസ് 12 പ്ലസ് 0. 10 പ്ലസ് 0 പ്ലസ് 12. ഓക്കെ, 10 12. അപ്പൊ എന്തെങ്കിലും കിട്ടുക? ഇവിടെ കണ്ടോ x1 പ്ലസ് x2, 2x1 ഉണ്ട്, 2x2 ഉണ്ട്, 2x3 ഉണ്ട്. അപ്പൊ സാറ് 2 കോമൺ ആക്കി എടുത്തു. ഇവിടെ ഇത് ആഡ് ചെയ്യുമ്പോൾ 22 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 22/2 11 കിട്ടും. ഇതാണ് കിട്ടേണ്ടത്. x1 പ്ലസ് x2 എന്ത് കിട്ടി? x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 11. ഇത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളെ പരിപാടി. ഇനി നമ്മൾ ഓരോ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കുക, x2 പ്ലസ് x3 കിട്ടിയിട്ടുണ്ട്, 12 അല്ലേ? അപ്പോൾ ഈ x2 പ്ലസ് x3 12 ആണ്, നിങ്ങൾക്ക് അറിയാലോ. ജസ്റ്റ് 12 ആക്കുക. x1 അതുപോലെ എഴുതി സാറ്. x2 പ്ലസ് x3 എന്താക്കി? 12 ആക്കി, ഈക്വൽ ടു 11. അപ്പോൾ x1 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? x1 ഈക്വൽ ടു 11 മൈനസ് 12 ഈക്വൽ ടു -1. ഇവിടെ കിട്ടി x1 ഈക്വൽ ടു -1. സെറ്റാണോ? ഇനി അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ? നോക്കുക, ഫസ്റ്റ് ഇക്വേഷൻ എന്താ? x1 പ്ലസ് x2. അതിൽ അപ്ലൈ ചെയ്ത x1 പ്ലസ് x2 10 ആണ്. എന്താണ്? x1 പ്ലസ് x2 ഈക്വൽ ടു 10. ഇവിടെ x1 -1 കിട്ടി. അപ്പോൾ -1 പ്ലസ് x2 ഈക്വൽ ടു 10. ദെൻ x2 ഈക്വൽ ടു എന്താ? 10 പ്ലസ് 1 ഈക്വൽ ടു 11. സോ x2 കിട്ടി എന്താണ്? 11. ഇനി x3 കിട്ടണ്ടേ? x3 കിട്ടുന്ന വരുന്നതാ x1 പ്ലസ് x3 ഈക്വൽ ടു 0. അപ്പോൾ x1 പ്ലസ് x3 ഈക്വൽ ടു 0. x1 നിങ്ങൾക്ക് അറിയോ? യെസ് അറിയാം, -1. -1 പ്ലസ് x3 ഈക്വൽ ടു 0. -1 അവിടെ പോയാൽ എന്താവും? +1. x3 കിട്ടി 1. അപ്പോൾ x1 x2 x3 ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? അത് ഭയങ്കര രസാട്ടോ, രസമായിട്ട് ചെയ്യണേ. നിങ്ങളിത് ബുദ്ധിമുട്ടാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല. ഇത് ഭയങ്കര രസമായിട്ട്. ഇപ്പൊ നമ്മൾ എക്സിനെ കംപ്ലീറ്റ് ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? y കംപ്ലീറ്റ് ആഡ് ചെയ്യും. y എവിടെ? y1 പ്ലസ് y2 അല്ലേ? ഇപ്പോൾ y1 പ്ലസ് y2 പ്ലസ് y3 എല്ലാം 2 പ്രാവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് സാർ ഒറ്റയടിക്ക് എഴുതി, കാരണം ഇവിടെ നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുക? ഈ സൈഡ് ആഡ് ചെയ്യുക. y-ന്റെ 2 ഉണ്ട്, 6 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ 2 പ്ലസ് 6
പ്ലസ് 10. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് y3 ഈക്വൽ ടു 18 എന്ന് കിട്ടും. ഈ 2 അവിടെ പോയാൽ എന്താവും? y1 പ്ലസ് y2 പ്ലസ് y3 ഈക്വൽ ടു 18/2 ഈക്വൽ ടു 9. അപ്പോൾ നമുക്ക് y-ന്റെ ഇക്വേഷൻ കിട്ടി. എന്താണ്? y1 പ്ലസ് y2 പ്ലസ് y3 ഈക്വൽ ടു 9. ഇതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഇതാ എന്താണ്? y2 പ്ലസ് y3 ഏതും കൊടുക്കട്ടോ നിങ്ങൾക്ക്. സാറ് y2 പ്ലസ് y3 10 ഒന്ന് കണ്ടു. y2 പ്ലസ് y3 എന്താ? 10. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? y1 പ്ലസ് 10 ഈക്വൽ ടു 9. ദെൻ y ഈക്വൽ ടു എന്താ? 9 മൈനസ് 10 ഈക്വൽ ടു -1. y1 കിട്ടി. y1 എന്താ? -1. സോ y1 കിട്ടി. ഇനി ആരൊക്കെ ഫൈൻഡ് ചെയ്യണം? y2 y3 ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കാം. y2 പ്ലസ് y3 ഈക്വൽ ടു 10. അതിവിടെ എഴുതാം. y2 പ്ലസ് എന്താ y1 ആണ് നമുക്ക് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ y1 കിട്ടി. ഇക്വേഷൻ എഴുതുക. ദാ y1 പ്ലസ് y2 എത്രയാണ്? 2. അപ്പോൾ അതിവിടെ എഴുതി. സാർ ഇവിടെ എഴുതുന്നുണ്ട് y1 പ്ലസ് y2 ഈക്വൽ ടു 2. y1 എന്താ? -1. അപ്പോൾ -1 പ്ലസ് y2 ഈക്വൽ ടു 2. y2 ഈക്വൽ ടു 2 പ്ലസ് 1 ഈക്വൽ ടു 3. സോ y2 കിട്ടി. എന്താ? 3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? y3 കിട്ടണം. y3 കിട്ടണമെങ്കിൽ y1 പ്ലസ് y3 6 ആണ്. y1 പ്ലസ് y3 ഈക്വൽ ടു 6. y1 എന്താ? -1 പ്ലസ് y3 ഈക്വൽ ടു 6. അപ്പോൾ -1 അവിടെ പോയാൽ 6 പ്ലസ് 1 ഈക്വൽ ടു 7. അപ്പോൾ y3 ഈക്വൽ ടു 7. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഇവിടെ കണ്ടോ? y1 ഉം y2 ഈക്വൽ ടു 2. ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റേ ആൾ കിട്ടും. ഇപ്പോൾ എന്തായി? എക്സും വൈ ഒക്കെ കിട്ടി. അതുകൊണ്ട് പോയിന്റുകൾ എന്ത് ചെയ്യാം? വേർട്ടിസസ് ഫൈൻഡ് ചെയ്യാം. വേർട്ടിസസ് കിട്ടിപ്പോയി. വേർട്ടിസസ് ലാസ്റ്റ് എഴുതണം. എ ബി സി ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. എ ഫസ്റ്റത്തെ പോയിന്റ്. എ എന്തൊക്കെയാണ് നോക്കി നോക്കാം. എ എക്സ് -1 വൈ -1. സോ -1 -1. ബി എന്താ നോക്കാം. ബി എക്സ് 11 വൈ 2. അപ്പോൾ വൈ 3 11 3. ഇനി സി എന്താ നോക്കാം. സി എന്താ? എക്സ് 1 വൈ 7 1 7. ഓക്കെ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. രസമായിട്ട് ചെയ്യാൻ പറ്റിയ, ചില്ല് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നെയിം ദ കോർഡിലാറ്ററൽ ഫോം ഇഫ് എനി ബൈ ദ ഫോളോയിങ് പോയിന്റ്സ് ഗിവൺ ദ റീസൺ ഫോർ യുവർ ആൻസർ എന്നാ പറഞ്ഞത്. നിങ്ങൾക്കറിയാം, സ്ക്വയർ ആണെങ്കിലും റോംബസ് ആണെങ്കിലും പാരലോഗ്രാം ആണെങ്കിലും അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ആണെങ്കിലും നിങ്ങൾക്ക് സാർ ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? എന്ത് ചെയ്യണം? നമ്മൾ ഡയഗണൽസും സൈഡ്സും കാണണം. അപ്പോൾ ആദ്യം തന്നെ ഇത് ജസ്റ്റ് സാർ കോർഡിലാറ്ററിൽ വരച്ചു. കോർഡിലാറ്ററിൽ വരച്ചിട്ട് എ ബി സി കുറച്ച് വലുതാക്കി വരക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു കോർഡിലാറ്റർ വരക്കാം. എന്നിട്ട് അതിന് ഡയഗണലും വരക്കാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ലെങ്ത് കണ്ടുപിടിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എ ബി സി ഡി. അപ്പോൾ എ 4 5 ബി 7 6 സി 4 3 ഡി 1 2. എന്നിട്ട് എ ബി ഫൈൻഡ് ചെയ്യുക. ഫസ്റ്റ് എ ബി ഫൈൻഡ് ചെയ്ത് നോക്കാം നമുക്ക്. എ ബി എന്താ? റൂട്ട് ഓഫ് x2 മൈനസ് x1. 7 മൈനസ് 4 3. 3 സ്ക്വയർ 9. 1 സ്ക്വയർ 1. അപ്പോൾ റൂട്ട് 10 സെറ്റ്. അടുത്തത് ബി സി. ബി സി എന്താ? റൂട്ട് ഓഫ് 7 ഇവിടെ 7 3 സ്ക്വയർ 1 സ്ക്വയർ. ഇവിടെയും 3 സ്ക്വയർ 3 സ്ക്വയർ. അപ്പോൾ എന്താ കിട്ടും നോക്കുക. 3 മൈനസ് 4 3 സ്ക്വയർ 9. ഇവിടെയും 9. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് 18 കിട്ടി. ഇനി എന്താ? സി ഡി നോക്കാം. സി ഡി എന്താ? 4 3 പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 8. ഇപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എ ഡിയും കൂടി കണ്ടുനോക്കാം. 9 പ്ലസ് 9 ഈക്വൽ ടു റൂട്ട് 18. ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? ഇത് ഇവിടെ എന്താ കിട്ടിയത്? റൂട്ട് 10. എ ബി എന്താ കിട്ടിയത്? റൂട്ട് 10. ഇവിടെ റൂട്ട് 18. ഇവിടെ റൂട്ട് 10. ഇവിടെ റൂട്ട് 18. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ് എന്നുള്ളത്. ബട്ട് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ എന്നല്ലേ നിങ്ങളെ മനസ്സിൽ വരുന്നത്. പക്ഷെ അത് പാരലോഗ്രാമും ആയിക്കൂടെ? യെസ്, പാരലോഗ്രാമും ആവാം അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡയഗണൽ കണ്ടുപിടിക്കണം. അപ്പൊ എ സി കണ്ടുപിടിക്കുക. എ സി എന്താ? റൂട്ട് ഓഫ് 4 മൈനസ് 4 5 മൈനസ് 3. അപ്പൊ എന്താണ്? 2 സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് വരും. 4ന്റെ റൂട്ട് 2. ഇനി ബി ഡി എന്താ?
BD 7 minus 1 6 ആണ്. 6 square 36 plus 4 square 16. അപ്പൊ എന്ത് വരും? 40 52 റൂട്ട് 52. ഇവിടെ എന്തല്ല, സൈഡ്സ് ഈക്വൽ ആണ്, ഡയഗണൽസ് അൺഈക്വൽ ആണ്. Therefore this quadrilateral is a parallelogram. അപ്പൊ പറയാ ഓപ്പോസിറ്റ് sides are equal but diagonals are unequal. Diagonals are unequal. Therefore this quadrilateral is a parallelogram. ഇതെന്താണ്? പാരലോഗ്രാം. റീസൺ എഴുതി, ഏതാ കോർഡിലാറ്ററൽ എഴുതി. സിമ്പിൾ ആണല്ലോ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ്? യെസ്, ഇതെന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. കോർഡിനേറ്റ് പ്ലെയിൻ. കോർഡിനേറ്റ് പ്ലെയിൻ, കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് ജസ്റ്റ് അടിപൊളിയാക്കിയിട്ട് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിൽ നിങ്ങൾ എക്സ് ആക്സിസ് മാർക്ക് ചെയ്യണം, വൈ ആക്സിസ് മാർക്ക് ചെയ്യണം, ഒറിജിൻ മാർക്ക് ചെയ്യണം. ഇവിടെ 1 2 3 4 കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. -1 -2 -3. ഇവിടെ 1 2 3. ഇവിടെ -1 -2 -3. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ? ഫസ്റ്റ് പോയിന്റ് 21 ആണ്. 21 എ. 21 എന്ന് പറഞ്ഞാൽ x2 y1. സാർ ഇത് അവിടെ ഇങ്ങനെ x2 ഇങ്ങനെ പോവും, y1. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഇതാണ് എ. 2 1. ഇനിയോ -1 2. x -1 y2. x -1 എന്ന് പറഞ്ഞാൽ ഇതാണ്. y2 എന്ന് പറഞ്ഞാൽ ഇതാണ് പോയിന്റ്. അപ്പോൾ ഏതാണ് പോയിന്റ്? ഇതാണ് ബി. ബി ഏതാ? -1 2. ഇനി സി -2 -1. അപ്പോൾ -2 എന്ന് പറഞ്ഞാൽ ഇതാണ്. -2 ഇതാണ്, തേർഡ് ക്വാഡ്രന്റിൽ വരും. ഇതാണ് സി. -2 -1. ഇനി 1 -2 ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. ഇതാണ് 1. 1 ഇങ്ങനെ പോകുന്നുണ്ട്, -2 ഇവിടെയും പോകുന്നുണ്ട്. ഇത് ജോയിൻ ചെയ്ത് ഇവിടെയാണ് ഡി വരിക. 1 -2. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിമ്പിളാണ്, എല്ലാവർക്കും ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഉഷാറായിട്ട് എല്ലാവർക്കും മാർക്ക് കിട്ടും. ഓക്കെ, ഇനി സെക്ഷൻ ഇയിൽ വരുന്നത് കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാരഗ്രാഫ് തരും. ഇതുപോലൊരു പാരഗ്രാഫ് വരും. ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾ ഓഫ് ദ പേഴ്സൺസ് നോ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. അല്ലേ? ആളുകൾക്ക് എല്ലാവർക്കും അറിയാം എന്ത്? സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്നുള്ളത്. നമുക്കറിയാം, സിഗരറ്റിൻ പാക്കിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാൻസർ കാര്യങ്ങളൊക്കെ എല്ലാം വരും. ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യും? ഇവിടെ നെക്കിനൊക്കെ ക്യാൻസർ വന്നിട്ട് ഇതിലൂടെ ബ്ലഡ് ഒക്കെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. RCC നമുക്കറിയാം, ക്യാൻസർ സെന്ററിലൊക്കെ പോയി നോക്കിയാൽ അറിയാം, അത്രയും പ്രശ്നക്കാരനാണ് ആര്? സ്മോക്കിംഗ് എന്ന് പറയുന്നത്. സോ സം കോളേജ് സ്റ്റുഡൻസ് ഡിസൈഡ് ടു സ്റ്റാർട്ട് എ ക്യാമ്പയിൻ ടു റേസ് ദ സോഷ്യൽ അവയർനെസ് about hazards of smoking. They started no smoking campaign. Some students were asked to prepare campaign banners the shape of triangle which is shown in the figure. അപ്പോൾ നോ സ്മോക്കിങ്ങിന്റെ ഒരു പ്ലക്കാർഡ് അല്ലെങ്കിൽ ഒരു എന്താ ബാനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കോളേജ് സ്റ്റുഡൻസ് നോക്കി. അപ്പോൾ ഇതാണ് ആ ബാനർ. നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള എന്താ? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ആർ എന്നാ ചോദിച്ചത്. കോർഡിനേറ്റ്സ് ഓഫ് ആർ എന്താ? നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. ആർ എന്താ? താഴോട്ട് നോക്കുക. എക്സ് എന്താ? 9. y എന്താ? 3 ആണ്. അപ്പൊ r എന്താ? r 9 3. സിമ്പിൾ അല്ലേ? അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോർഡിനേറ്റ് ഓഫ് q ആ ചോദിച്ചത്. സോ ഡൗൺവേർഡ്സ് നോക്കുമ്പോൾ 2 3 എന്താണ്? q എന്താ? 2 3. സിമ്പിൾ. 9 3 q 3 2 3. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡിറ്റർമിൻ ദ മിഡ് പോയിന്റ് ഓഫ് q r. മിഡ് പോയിന്റ് ഓഫ് q പറഞ്ഞാൽ q 2 3 ആണ്, r 9 3 ആണ്. ഇതിന് മിഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ എന്താ ചെയ്യുക? നമ്മൾ x1 + x2/2 y1 + y2/2. അപ്പോൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യാം. മിഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി 2 + 9/2 അതുപോലെ 3 + 3/2. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? 2 + 9/2 മീൻസ് 11/2. 11/2 6/2. 11/2നെ നിങ്ങൾക്ക് 11/2 എന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5.5 എന്ന് എഴുതാം. ഇത് 3 എന്ന് എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കിട്ടി. ഇനി എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ക്യു ആർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്യു ആറിന്റെ ലെങ്ത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് കാണാം. ഇവിടെ 2 3, ഇത് ക്യു ആർ
9 3 ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് QR ഫൈൻഡ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 9 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 3 ഹോൾ സ്ക്വയർ. സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇവിടെ y കോർഡിനേറ്റ് ഈക്വൽ ആണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡിസ്റ്റൻസ് ഫോർമുലിന്റെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 9 മൈനസ് 2 ചെയ്താൽ മതി, മോഡില് ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പൊ എന്താണ് 7 എന്നാണ് ആൻസർ കിട്ടുക, 7. ഓക്കെ, ഇങ്ങനെ ചെയ്താലും 7 തന്നെ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് QR ലെങ്ത് ഓഫ് QR ഈക്വൽ ടു 7. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റിലെ ഗണിതമഞ്ജരി കിട്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ആയിട്ടായിരിക്കും ഇങ്ങനത്തെ എക്സാം ഒക്കെ എഴുതുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാമുകളിലൊക്കെ നമ്മൾ ഉഷാറായിട്ട് പഠിച്ച് നിങ്ങളെ ലെവൽ എന്ത് ചെയ്യുക, ഇതാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊന്നും കൂടെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് കാണുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, ചോദിക്കുക. അങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകും. താങ്ക്